2 വർഷമായിട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് പരാതി എല്ലാ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി അടക്കം പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ പാർട്ടിക്കകത്ത് മാത്രം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഒരു പ്രതികരണം കണ്ടപ്പോൾ ഇത് ഞങ്ങൾ പരാതി കൊടുത്തതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പാർട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിഷമം ഞങ്ങൾക്ക്, കുടുംബക്കാർക്ക്, വീട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ഒരു പ്രതികരണം കണ്ടപ്പോൾ ഇനിയെങ്കിലും ഞങ്ങളിത് തുറന്നു പറഞ്ഞില്ല എങ്കിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉള്ള പാർട്ടി പ്രവർത്തകരാണ് ഈ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു എല്ലാവർക്കും ആർക്കെങ്കിലും ചിന്തിക്കാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ദുരനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് പേഴ്സണലി, കുടുംബക്കാർക്ക് എല്ലാവർക്കും. ഒരു രക്തസാക്ഷി കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി സംരക്ഷണ വലയത്തിൽ നിൽക്കേണ്ട ഒരു കുടുംബമാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ആ പരിഗണനയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആ പരിഗണനയൊന്നും ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഫണ്ട് വകമാറ്റിയ ആളിനെ പാർട്ടി ലോക്കൽ ഘടകത്തിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തി പാർട്ടി മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് തന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷേ അതിനെതിരായിട്ട് പരാതി ഞങ്ങൾ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുത്തു. ഒന്നും നടന്നില്ല. അപ്പോൾ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കഴിഞ്ഞ CITUവിൻ്റെ ജില്ലാ സമ്മേളനത്തിന് നമ്മുടെ തിരുവനന്തപുരത്ത് മന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അദ്ദേഹം തന്നെയാണ് നേരത്തെ ലോക്കൽ കമ്മിറ്റി തിരിച്ചെടുക്കാനും ഏരിയ കമ്മിറ്റി എടുക്കാനൊക്കെ നോക്കിയത്. പക്ഷേ പാർട്ടി വഞ്ചൂര് ഘടകം എന്ന് വെച്ചാൽ വളരെ ശക്തമാണ്. അപ്പോൾ ആ ഘടകത്തിലുള്ള പാർട്ടി സഹാക്കളുടെ എതിർപ്പ് കാരണമാണ് ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും എടുക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ള CITUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് T. രവീന്ദ്രനെ നിർദ്ദേശിച്ച് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമ്മൾ ചുമ്മാതിരിക്കാൻ പറ്റില്ല. കാരണം അത് അന്ന് പിരിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ വഞ്ചൂര് നമ്മുടെ CITUവിൻ്റെ സഹകരണ സംഘത്തിൽ കിട്ടി. അത് അന്ന് തന്നെ അയാൾ ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് അയാൾ എടുത്തു തോന്നുന്നു രവീന്ദ്രൻ. എന്നിട്ട് അയാൾ വീട് വയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് പോയി. ഞങ്ങൾ അറിയുന്നത് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പെയാണ്. അപ്പോൾ അങ്ങനെയാണ് പരാതി പോയത്. അപ്പോൾ ആ അദ്ദേഹത്തെ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനം നിൽക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന വികാരം നിങ്ങൾക്ക് മനസ്സിലാക്കണം.